നമസ്കാരം, ഞാൻ സോന സാജു, ന്യൂട്രീഷനിസ്റ്റ്, അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്രമേഹമുള്ളവർക്ക് ഓണസദ്യ ആസ്വദിക്കാൻ സാധിക്കുമോ? ചോദിച്ചറിയാം നിങ്ങളുടെ സ്വന്തം ഡോക്ടറിനോട്. നമസ്കാരം. സോന പറഞ്ഞ പോലെ തന്നെ ഓണത്തിലേറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ ഓണസദ്യ അല്ലേ? ഇപ്പോൾ പ്രമേഹമുള്ളവർ എപ്പോഴും ചോദിക്കുന്നതാണ് ഓണസദ്യ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ, എല്ലാവരും നല്ലവണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാതിരിക്കേണ്ടി വരുന്ന പല കാര്യങ്ങൾ. അപ്പം ഓണസദ്യ തീർച്ചയായിട്ടും പ്രമേഹം ഉണ്ടെന്ന് പറഞ്ഞ് ആസ്വദിക്കാതിരിക്കാൻ പറ്റുമൊന്നുമില്ല, ആസ്വദിക്കുക തന്നെ ചെയ്യാം. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഈ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന പല കാര്യങ്ങളിനകത്തും ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള ഷുഗർ ഉൽപ്പന്നങ്ങളുണ്ട്. അതാണ് മനസ്സിൽ വെക്കേണ്ട കാര്യം. ഇപ്പോൾ നമുക്ക് പച്ചടി നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചസാര ഉണ്ടാവും, ശർക്കര വരട്ടി തന്നെ ഉണ്ട്. പിന്നെ പലതരം കറികൾ നോക്കുമ്പോഴത്തേക്കും കറിക്കകത്താണെന്നുണ്ടെങ്കിലും തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ വരും. ഇതെല്ലാം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൽ വ്യതിയാനം വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ പായസം എന്തായാലും ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ സ്വീറ്റ്സ് ഉണ്ടാവും, പഴം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഓവറോളായിട്ട് ഇതിൻ്റെ എല്ലാ പോർഷൻ സൈസ് നിജപ്പെടുത്തിക്കൊണ്ട് ഓണസദ്യ തീർച്ചയായിട്ടും ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചോറ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ചോറിൻ്റെ അളവ് കുറച്ച് ചേർത്തുന്നത് നന്നായിരിക്കും. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അപ്പോൾ ഞാൻ സാധാരണ പറയാനുള്ളത് ഒരു ഫിസ്റ്റാണ് ഒരു കപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു 1.5 കപ്പ് ചോറ് അത് ആദ്യം തന്നെ മേടിച്ച് വയ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോറ് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അളവ് കൂടിപ്പോകും. അപ്പോൾ അത് ആദ്യം ഒരു പ്രാവശ്യം ചോറ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിർത്തുക. അതിനെ ഡിവൈഡഡ് ആയിട്ട് സാമ്പാറും രസവും വേണമെങ്കിൽ പച്ചമോരും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് പായസം കൂടുതൽ കുറച്ച് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ട് ഓണസദ്യ ആസ്വദിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നോട്ട് സ്റ്റൊമക്ക് ഫുൾ അല്ലേ? അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഓണസദ്യ ആസ്വദിക്കുക. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.